ഗുരുവായൂരപ്പന്റെ ഇഷ്ട വഴിപാടായ കാഴ്ചക്കുല സമർപ്പണം ക്ഷേത്രത്തിൽ രാവിലെ മുതൽ ആരംഭിച്ചിട്ടുണ്ട്. കാഴ്ചശീവേലിക്ക് ശേഷമാണ് ക്ഷേത്രം മേൽശാന്തി മധുസൂദനൻ നമ്പൂതിരി ഭഗവാന് പ്രാർത്ഥനകളോടെ കാഴ്ചക്കുല സമർപ്പിച്ചത്. അതിനുശേഷം കീഴ്ശാന്തിമാരും ദേവസ്വം ഭരണസമിതി അംഗങ്ങളുമെല്ലാം കാഴ്ചക്കുല സമർപ്പിച്ചു. ഈ വർഷത്തെ സമ്പൽ സമൃദ്ധിയോടും ഐശ്വര്യത്തോടും കൂടിയ പൊന്നോണത്തെ വരവേൽക്കുന്നതിന് വേണ്ടി ഭക്തജനങ്ങൾ ഇവിടെ കാത്തു നിൽക്കുകയാണ്. ഓരോ ഭക്തജനങ്ങളെ പ്രത്യേകം ക്രമീകരിച്ചുകൊണ്ട് ക്ഷേത്രത്തിനുള്ളിലേക്ക് കടത്തിവിട്ടുകൊണ്ടുമിരിക്കുന്നു. സ്വർണ്ണവർണ്ണ നിറത്തോടു കൂടിയ പ്രത്യേക ആകൃതിയോടുകൂടിയ തൃശ്ശൂരിലെ തനത് വൈഭവത്തിൻ്റെ സവിശേഷതകളിലൊന്നായ ചെങ്ങഴിക്കോടൻ ഇനത്തിൽപ്പെട്ട കുലകളാണ് കാഴ്ചക്കുലകളായി ഈ ക്ഷേത്രത്തിൽ സമർപ്പിക്കുന്നത്. ഇപ്പോൾ മഹിളാ മോർച്ച സംസ്ഥാന അധ്യക്ഷ ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. കാഴ്ചക്കുല സമർപ്പണം പൂർത്തിയായോ? എല്ലാ വർഷവും ഇവിടെ എത്താറുണ്ടോ? ഗുരുവായൂരപ്പൻ്റെ വലിയ ഇവിടെ തന്നെ വളർന്ന ആളാണ്, ജനിച്ചു വളർന്ന ആളെന്ന നിലയിൽ മിക്കവാറും എല്ലാ സമയവും നമ്മളിവിടെ എത്തിപ്പെടാൻ നോക്കാറുണ്ട്. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ കാലങ്ങളെയൊക്കെ അപേക്ഷിച്ച് വലിയ തിരക്കാണ് ഇപ്പോൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ ഈ തിരക്ക് കാരണം കൊണ്ട് ഫ്രണ്ടിലൂടെ തന്നെയാണ് ആളുകളെ വിടുന്നത്. അപ്പോൾ പ്രദക്ഷിണം വെച്ച് കാഴ്ചക്കുല സമർപ്പിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് നേരത്തെ തന്നെ ഇവിടെ എത്തിച്ചേർന്നു. എന്തായാലും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. താങ്ക് യു. വിഷ് യു ദ സെയിം. എല്ലാവർക്കും ഓണാശംസകൾ. അങ്ങനെ സന്തോഷത്തിൻ്റെ നിമിഷമാണ്. ഭഗവാന് മുന്നിൽ കാഴ്ചക്കുല സമർപ്പണം നടക്കുന്നു. കേരളമെങ്ങും സജീവമായി തന്നെ മലയാളികൾ ആഘോഷത്തിൻ്റെ കെങ്കേമത്തിൻ്റെ ആ നിമിഷങ്ങളിലേക്ക് കടക്കുമ്പോൾ ഭഗവാനെ വന്ദിച്ചുകൊണ്ട്, ഭഗവാനെ സമർപ്പണം നടത്തിക്കൊണ്ട്, വഴിപാട് നടത്തിക്കൊണ്ട് ആ ഒരു ആഘോഷത്തിൻ്റെ ഭാഗമാകുവാൻ തയ്യാറെടുക്കുകയാണ് ഗുരുവായൂർ ഉണ്ണിക്കണ്ണൻ്റെ ഭക്തജനങ്ങളും. ഗുരുവായൂർ അമ്പലത്തിൽ നിന്നും ക്യാമറമാൻ മനു കൃഷ്ണയ്ക്കൊപ്പം മിഥുൻ മുരളി, ജനം, തൃശ്ശൂർ.